പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴേ കഞ്ഞിയും പയറും കഴിച്ചത് ഓർക്കുന്നില്ല. സ്കൂളിൽ പോയി കുട്ടികളോടൊപ്പം ഇരുന്ന് കഞ്ഞി കുടിക്കാനായിട്ടൊരാഗ്രഹം. പിന്നെയല്ല മനസ്സിലായത് ഇപ്പൊ കഞ്ഞിയൊന്നുമല്ല കുട്ടികൾക്ക് കൊടുക്കുന്നത്, ബിരിയാണിയും ഫ്രൈഡ് റൈസും ചപ്പാത്തിയും ഒക്കെയാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചിറ്റൂരുള്ള കല്യാണപ്പേട്ട RKM ALP സ്കൂളിലേക്കാണ് പോയത്. ശരിക്കും നമ്മളൊക്കെ പണ്ട് പഠിച്ച സ്കൂളില്ലേ, ആ ഒരു ഫീലാണ് കേട്ടോ ഈ ഒരു സ്കൂള് കാണുമ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത്. നല്ലൊരു മുറ്റവും മരങ്ങളും മരത്തണലിലിരുന്ന് കാറ്റുകൊള്ളാനുള്ള ബെഞ്ചും ഒക്കെ ഉണ്ട്. ഞങ്ങൾ എത്തുമ്പോൾ ഏകദേശം ഒരു 12 മണിയായിട്ടുണ്ടാവും. ആ സമയത്ത് തന്നെ അടുക്കളയിൽ നിന്ന് നല്ല ബിരിയാണിയുടെ മണം വരുന്നുണ്ടായിരുന്നു. നേരെ അടുക്കളയിൽ പോയി നോക്കി. പണ്ടൊക്കെ നമ്മൾ കഞ്ഞിപ്പുര എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതൊക്കെ ഒരു കാലം. അടുക്കളയിൽ എത്തി നോക്കുമ്പോഴേ ഇവിടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബിരിയാണിയുടെ കൂടെ കൊടുക്കാനുള്ള ബീട്രൂട്ട് ചമ്മന്തി ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചു കഴിഞ്ഞതും ഊണിനുള്ള ബെല്ലൊക്കെ അടിച്ചു. കുഞ്ഞി പിള്ളേരൊക്കെ അവരവരുടെ പ്ലേറ്റുമായിട്ട് വരിവരിയായിട്ട് ഇങ്ങ് എത്തിത്തുടങ്ങി. കാണാൻ എന്ത് രസാന്നറിയോ. 4ാം ക്ലാസ് വരെ ഈ സ്കൂളിലുള്ളൂ. ഏകദേശം 170ഓളം കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ബിരിയാണി കിട്ടിയ പാടെ കുട്ടികളൊക്കെ അവരുടെ ക്ലാസ്സിലേക്ക് ഒരൊറ്റ ഓട്ടമാണ്. ഞങ്ങളും കുട്ടികളോടൊപ്പം അവരുടെ ബെഞ്ചിലിരുന്നിട്ട് ബിരിയാണി കഴിച്ചു കേട്ടോ. സൂപ്പറായിരുന്നു. എങ്കിലും നമ്മുടെ ആ പഴയ കഞ്ഞിയും പയറിന്റെ ടേസ്റ്റ് ഒന്നും വരൂല. എന്നാലും ഇപ്പോഴത്തെ പിള്ളേരൊക്കെ വളരെ ലക്കിയാണ്. ഇവിടുത്തെ ടീച്ചേഴ്സും കുട്ടികളോടൊപ്പം ഇരുന്നിട്ട് തന്നെയാണ് ഭക്ഷണം കഴിക്കുന്നത്. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. ടീച്ചർമാരൊക്കെ നമ്മുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമായിരുന്നു. ഞാൻ കണ്ടിട്ടില്ല. ഉച്ചയ്ക്ക് മാത്രമല്ല കേട്ടോ, രാവിലെയും കുട്ടികൾക്ക് ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാ ദിവസവും ബിരിയാണി ഒന്നുമല്ല, വെറൈറ്റി ഫുഡാണ് ഓരോ ദിവസം കൊടുക്കുന്നത്. കൂടാതെ പാലും മുട്ടയൊക്കെ. അപ്പോ ബൈ, വീണ്ടും ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെ കാണാം. ഞങ്ങള് ബിരിയാണി എല്ലാം കഴിച്ച സന്തോഷത്തിൽ പതുക്കെ സ്കൂളിൽ നിന്ന് ഇറങ്ങുകയാണ്. വീണ്ടും ഇതുപോലെയുള്ള കാഴ്ചകൾ കാണാനായിട്ട് പേജ് വേഗം തന്നെ ഫോളോ ചെയ്തിട്ടേക്ക്.